ഇന്നിപ്പോ ഒരു വിക്കറ്റ് വീണിരിക്കുന്നു. അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചെയ്തത് ശരിയായിരുന്നു, എൻ്റെ ബോധ്യത്തിനനുസരിച്ചാണ് ചെമ്പ് പാളികൾ എന്ന് എഴുതിയത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത് വളരെ കുറഞ്ഞ സ്വർണം മാത്രമേ ഈ ദ്വാരപാലക ശില്പത്തെ പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഖ്യമായും സ്വർണം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രീകോവിലാണ്. ശ്രീകോവിലിന്റെ മേൽക്കൂരയും മറ്റും കൈകാര്യം ചെയ്യാനാണ്. 30 കിലോ സ്വർണം വിജയമല്യ ഉപയോഗിച്ചതിന്റെ ബഹുഭൂരിഭാഗവും മറ്റു ഇടങ്ങളിലാണ്. ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിൽ വളരെ കുറച്ച് സ്വർണ്ണമേ ഉപയോഗിച്ചുള്ളൂ. അത് കാലാന്തരത്തിൽ ഇല്ലാതായി പോയി. അങ്ങനെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ പിന്നെ ചെമ്പല്ലേ, ആ ചെമ്പ് അവിടെ ഉണ്ട് എന്ന് ഞാൻ എഴുതി വെച്ചു, അത് ഇത്ര വലിയ കുറ്റമാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അഭിലാഷിന്റെ ആദ്യത്തെ കമന്റ് ഉണ്ടല്ലോ, ഒരു വിക്കറ്റല്ലേ വീണുള്ളൂ എന്ന്. ഒരു വിക്കറ്റേ വീണുള്ളൂ, പക്ഷെ അത് 10ാമത്തെ വിക്കറ്റായി, ദുർബലമായ ഒരു വിക്കറ്റാണ് വീണിരിക്കുന്നത്. അതിന് മുൻപ് വീഴേണ്ട 9 വിക്കറ്റുകളുണ്ട്. ഞാൻ 9 എന്നുള്ളത് ഒരു ഫിഗറായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. എന്ന് വെച്ചാൽ അതിന് മുൻപ് വീഴേണ്ട വിക്കറ്റുകളുണ്ട്. ആ വിക്കറ്റുകൾ ഇപ്പോഴും അധികാരത്തിൽ തുടരുകയാണ്. അവരുടെ അറിവില്ലാതെ ഈ കൊള്ള ശബരിമലയിൽ നടക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ഈ കൊള്ള നടക്കില്ല. ഇവിടെ ശ്രീ വാസു അദ്ദേഹം ദേവസ്വം കമ്മീഷണർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്കറിയാം. അദ്ദേഹം PK ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അവിടെ നിന്ന് ദേവസ്വം കമ്മീഷണറായി. പിന്നെ അദ്ദേഹം ദേവസ്വം പ്രസിഡന്റായി. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളായിട്ട് ദേവസ്വം പ്രസിഡന്റാക്കി. ശബരിമലയിലെ സ്ത്രീ പ്രവേശന സമയത്ത് പ്രസിഡന്റാക്കിയത് അദ്ദേഹത്തെയാണ്, പത്മകുമാറിന് ശേഷം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ തിരുവാഭരണം കമ്മീഷണർക്ക് ഒരു കൊറി ഇട്ടു, അതോടെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി തീർന്നു, പിന്നെ അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം എന്ത് നടപടിയെടുത്തു? ആ മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ എൻ്റെ ഉത്തരവാദിത്വം തീർന്നോ? അവിടെ തീർന്നോ വാസു സാറിന്റെ ആ ഉത്തരവാദിത്വം? ഈ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ അദ്ദേഹം പറയുന്നത് സ്പോൺസറെ തെരഞ്ഞെടുക്കുന്നതിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗൗരവം പിടിച്ചൊരു കാര്യമാണ് അഭിലാഷ്. ആ സ്പോൺസർ ആരാണ് എന്നുള്ളതിന്റെ പശ്ചാത്തലം അറിയില്ല. ആ സ്പോൺസർ എന്തെല്ലാം ചെയ്യുന്നു എന്നറിയില്ല. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇവരുടെ ഈ നിരുത്തരവാദിത്വം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസർ, അയാൾ ഏത് ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ക്വാളിഫിക്കേഷൻ, ഈ സ്പോൺസറായി നിശ്ചയിക്കാനുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡം, ഇതൊന്നും ഇവർ പരിശോധിച്ചിട്ടേ ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ സ്പോൺസറായി 2016 മുതലുണ്ട് അങ്ങനെ ഒരു അവതാരം എന്നാണ് വാസു സാർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ 2016 മുതൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള കാലഘട്ടം മുതൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുടെ അവതാരമായിട്ട് അവതരിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ അദ്ദേഹം ആരുടെയൊക്കെ പിന്തുണയോട് കൂടിയിട്ടാണ് ശബരിമലയിൽ ഈ അവതാരമൂർത്തി അയ്യപ്പനേക്കാൾ വലിയ പ്രഭാവലയത്തോടെ അഴിഞ്ഞാടാൻ തുടങ്ങിയത് എന്ന് അന്വേഷിക്കേണ്ടതല്ലേ? അത് കേവലം ഉദ്യോഗസ്ഥ തലത്തിലെ സ്വാധീനം കൊണ്ട് മാത്രം കഴിയുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ കരുതാൻ മാത്രം വിഡ്ഢികളാണോ കേരളീയർ? വിശ്വാസികൾ അത്ര വിഡ്ഢികളാണോ? ഇവിടെ വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന ഈ പറയുന്ന ദേവന്റെ സ്വത്ത് അടിച്ചു മാറ്റിയെടുക്കാൻ ഏത് വിധേനയും ശ്രമിക്കുന്ന തരത്തിലേക്ക് അതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്തു കൊടുത്തത് കേവലം ഒരു മുരാരി ബാബു ആണെന്ന് മാത്രം വിശ്വസിക്കാൻ തക്ക രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സാമാന്യ ബുദ്ധിയെ അപഹസിക്കാൻ പറ്റും? നമ്മുടെ തന്നെ ബുദ്ധിയെ അപഹസിക്കാൻ പറ്റും? തീർച്ചയായും അതിന് അക്കാലത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾക്ക് പങ്കുണ്ട്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറയുന്നത്? ഞാനിതിൽ നിരപരാധിയാണെന്നാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയാൻ പറ്റുമോ? അദ്ദേഹം അല്ലേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മെയിൽ അയച്ച് വിളിച്ചത് ഇപ്പോ 2025 നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർഷിപ്പ് ഏൽപ്പിച്ചതിന്റെ മാനദണ്ഡം എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി? ഇപ്പൊ ഇവിടെ സജീഷ് പറയുണ്ടായി, ഞങ്ങൾ മറ്റേ ആരൊക്കെയോ ആയിട്ട് ബന്ധമുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. സജീഷെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം എന്താണ് എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നില്ലേ? അദ്ദേഹം ഭീമാ ജ്വല്ലറിയിൽ നിന്ന് ജീപ്പ് വാങ്ങിയ ജീപ്പിന്റെ താക്കോല് കൈമാറുന്നു. അദ്ദേഹം നിങ്ങളുടെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള അജികുമാറിന്റെ നേതൃത്വത്തിൽ 2 വീടുകൾ അവിടെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് അടക്കം പണിത് കൊടുക്കുന്നു. ഇതെല്ലാം തെളിച്ചെത്തു വന്നില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുമായിട്ടാണ് ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ അവതാരമായിട്ട് അവിടെ അവതരിക്കാൻ ആരുടെയൊക്കെ പിന്തുണ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അപ്പോ നിങ്ങൾ തുടക്കം മുതൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഈ സജീഷിന്റെ പാർട്ടിയുടെ ആളുകൾ അഭിലാഷെ ഇവിടെ വന്ന് പ്രസംഗിച്ചുകൊണ്ട് ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് അംഗീകരിക്കാൻ പോലും അവർ തയ്യാറായിരുന്നോ? അന്വേഷണം നടക്കട്ടെ, സ്വർണം നഷ്ടപ്പെട്ടത് അംഗീകരിക്കാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. ഇപ്പൊ നിവൃത്തിയില്ല. കേരള ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു 1.5 കിലോ സ്വർണം പോയി എന്നുള്ളത്. ഇപ്പൊ അവർക്ക് പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ല. ഇപ്പോ വീണ്ടും അന്വേഷിക്കട്ടെ എന്നാണ്. ആ അന്വേഷണം നമുക്ക് നോക്കാം. ഈ അന്വേഷണം ഏത് ദിശയിൽ? ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് അഭിലാഷെ, ഈ അന്വേഷണ സംഘത്തിൽ കേരള ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം, കേരള ഹൈക്കോടതിയുടെ തീരുമാനമാണ്.
നമ്മളത് ശിരസാവഹിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ ഭക്തന്മാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ചില ആശങ്കയുണ്ട്. ആ ആശങ്ക എന്താണെന്ന് അറിയാമോ? ഈ അന്വേഷണ സംഘത്തിൽ അക്കാലത്തെ ക്രമക്കേടുകൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച അന്നത്തെ വിജിലൻസ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ, ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണ സംഘത്തിൽ പെട്ടിട്ടുണ്ട്. ഈ അന്വേഷണ സംഘത്തിൽ അവരുണ്ട്. അത് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. ശരി, അതൊരു ശരിയായ നടപടിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് എങ്ങനെ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയാണല്ലോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അന്വേഷണ സംഘത്തെ. ആ പേരുകൾ ഹൈക്കോടതി ഏതായാലും എനിക്ക് അതാണ് അന്വേഷിക്കേണ്ടത്. എങ്ങനെയാണ് വാകത്താനം സി ഐയും അതേപോലെ എന്താണ് അടുത്തൊരു സി ഐ ഉണ്ടല്ലോ കയ്പമംഗലോ, ആ സി ഐയും ഒക്കെ ഈ അന്വേഷണ സംഘത്തിലേക്ക്, ഏതായാലും കോടതിക്ക് നേരിട്ട് ഉദ്യോഗസ്ഥന്മാരെ അറിയില്ല. കോടതിക്ക് നേരിട്ട് വെങ്കടേഷിനെ അല്ലാതെ കോടതിക്ക് ഒരു പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും അറിയില്ല. ശശിധരനെ അറിയാൻ പറ്റുമായിരിക്കാം. അതിനപ്പുറത്തേക്കുള്ള ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വന്നു? ശരി, അത് ഇത് കാര്യത്തിൽ വളരെ ആശങ്കയുണ്ട്. ശരി ശരി, അത് ചർച്ച ചെയ്യാം. അത് എന്തായാലും കോടതിയാണല്ലോ പക്ഷേ രൂപീകരിച്ചിട്ടുള്ളത്. ശരി, ആ വിഷയത്തിലേക്ക് ഞാൻ വരാം.